നമസ്കാരം. തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വാക്കുകൊണ്ടായിരുന്നു ബി ജെ പി ഇക്കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നരേന്ദ്രമോദി എന്നതായിരുന്നു ആ വാക്ക്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം ആദ്യഘട്ടങ്ങളിൽ മുഴങ്ങിക്കേട്ട വാക്ക്. മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ പേര് തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആദ്യഘട്ട പ്രചാരണങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു ചിത്രം, മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ വാക്കിന് ഇന്ത്യയിൽ എവിടെയും വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ പോകുന്നതായിട്ടാണ്. മോദി പ്രഭാവം പൊതുവെ കാണാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ മോദിയുടെ പ്രഭാവം പതിയെ കുറഞ്ഞു തുടങ്ങിയതോടെ നരേന്ദ്രമോദി എന്ന പ്രചാരകൻ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പരിചിതമായ വിദ്വേഷ പ്രചരണങ്ങളിലേക്ക് പിന്നീട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂന്നാം ഘട്ടമൊക്കെ എത്തുന്നതോടെ അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങളിൽ മുഴങ്ങി നിന്നത് വിദ്വേഷം മാത്രമായിരുന്നു. എന്നാൽ അതും വേണ്ടത്ര ഫലിച്ചില്ല എന്നാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അതിലും വിദ്വേഷ പ്രചരണത്തിലൂടെയും ഒരു മോദി പ്രഭാവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ വിലയിരുത്തൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് ഏറ്റ പ്രഹരത്തേക്കാൾ വലിയ പ്രഹരം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തിക്കാണ്. മോദി പ്രഭാവം ഇല്ലാതിരുന്നു, മോദി പ്രഭാവത്തിന് തിരിച്ചടിയേറ്റു. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 50-ലധികം സീറ്റുകൾ ബി ജെ പിക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിരോധം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി ഏതാണ്ട് 233 സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യത്തിലിരുന്നാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ ഡി എ തന്നെ വീണ്ടും സർക്കാർ രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിലും നരേന്ദ്രമോദി എന്ന ഡിക്റ്റേറ്റർ പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ബി ജെ പിയിൽ ഉണ്ടാകും. വരുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും അത് ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന ഏകാധിപതിക്കേറ്റ തിരിച്ചടിയെ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി എന്ന അന്നത്തെ ഏകാധിപതിക്കേറ്റ തിരിച്ചടിയുമായാണ്, അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയുമായാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും താരതമ്യം ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പലതരത്തിലുള്ള വിശകലനങ്ങൾ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി കേരളീയത്തോടൊപ്പം പങ്കുചേരുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ ആർ രാജഗോപാലും മാധ്യമപ്രവർത്തകൻ കെ ശിവരാജുമാണ്. രണ്ടുപേരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. രാജഗോപാൽ സാറിനോടാണ് ആദ്യ ചോദ്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ അവസാനമായി വിലയിരുത്തുമ്പോൾ 292 സീറ്റിലാണ് എൻ ഡി എ മുന്നണി എത്തി നിൽക്കുന്നത്. ബി ജെ പിയുടെ സീറ്റാകട്ടെ 240 എന്നുള്ള നമ്പറിലേക്ക് കുറഞ്ഞു 303-ൽ നിന്നും. 2019 303, 2014 282 സീറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് അവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ തിരിച്ചടി, ഉത്തർപ്രദേശിൽ നിന്നും വരെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 400 സീറ്റ് എന്ന ഒരു മുദ്രാവാക്യത്തോടെ ആയിരുന്നു അവർ ഇലക്ഷനെ ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിച്ച് തുടങ്ങിയത്. പിന്നീട് അവരുടെ ക്യാമ്പുകളിൽ തന്നെ അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. മറ്റ് പലതരം മുദ്രാവാക്യങ്ങളിലേക്ക് അവർ പിന്നീട് മാറുകയുണ്ടായി. പക്ഷേ എന്നാൽ തന്നെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഉള്ള പലതരത്തിലുള്ള ഏജൻസികൾ, സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ഓപ്പറേഷനാണ് ബി ജെ പി നടത്തിയത്. പ്രത്യേകിച്ച് സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അപ്പോൾ ആ രീതിയിൽ സർവ്വസന്നാഹങ്ങളോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി തന്നെ നൽകാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങി വെക്കുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് രാജഗോപാൽ സാർ വിലയിരുത്തുന്നത്? ഞാൻ ഇതിനെ കാണുന്നത് ഈ എൻ ഡി എയുടെ ഫിഗറിനെക്കാട്ടി ഞാൻ നോക്കുന്ന ബി ജെ പിയുടെ ഫിഗറാണ്. ബി ജെ പിയുടെ എനിക്ക് തോന്നുന്നത് 235 6 അങ്ങോട്ടാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ ദ മാൻഡേറ്റ് ഈസ് അഗൈൻസ്റ്റ് നരേന്ദ്രമോദി. ജനവിധി നരേന്ദ്രമോദിക്കെതിരാണ്. നമുക്ക് എൻ ഡി എക്കെതിരാണെന്ന് പറയാൻ പറ്റില്ല അത്ര ഇതായിട്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മാൻഡേറ്റ് തന്നെയാണ്. കാര്യം ബി ജെ പി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയിൽ മാത്രമാണ് ഇലക്ഷൻ. മോദിക്ക് ഗ്യാരണ്ടി അവരടുത്ത് പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് ഗ്യാരണ്ടി. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി അധിഷ്ഠിതമായി അത് എപ്പോഴും 2014-ലും 2019-ലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് മോദിക്കെതിരായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു ജനവിധിയായിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ 292 പറയുന്നത് പോലും എൻ ഡി എ പ്ലസ്
ഇലക്ഷൻ കമ്മീഷൻ പ്ലസ് ED പ്ലസ് CBI പിന്നെ പ്ലസ് നമുക്ക് പറയാൻ പറ്റാത്ത പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഇങ്ങനെ ഇവരെല്ലാം ചേർന്ന് അതാ ഇന്ത്യ മുന്നണി നേരിട്ടത് ഒരു NDA എന്ന് പറഞ്ഞ കോalition മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പിന്നെ ഞാൻ പറഞ്ഞ ഈ ഏജൻസികളും പിന്നെ BJP ഇതും പിന്നെ കോർപ്പറേറ്റ് ഇതും പിന്നെ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു മീഡിയയും, ഈ എല്ലാ ശക്തികളെയും അടിയന്തരാവസ്ഥ പോലും ഇങ്ങനെ ആയിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ പറഞ്ഞ ഇതെല്ലാം തിരിച്ചായിരുന്നു. അതേസമയം ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ഷനിൽ ഈ റിസൾട്ട് ശരിക്കും ഇതൊരു വിക്ടറി തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ അതിൽ കുറച്ച് ഒട്ടും കുറവ് കാണും. ആര് സർക്കാരെ ഫോം ചെയ്യുന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ദിസ് വെരി ക്ലിയർ മാൻഡേറ്റ് അഗൈൻസ്റ്റ് നരേന്ദ്രമോദി. അതുപോലെ തന്നെ രാജവത്സരം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു വശത്ത് BJPയുടെ ഒരു പ്രചരണത്തിൽ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വ്യക്തി മാത്രമായിരുന്നു. അതേസമയം മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ മുഖമായി രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അനേകം പ്രാദേശിക കക്ഷികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ ഇപ്പോൾ സ്റ്റാലിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മമതാ ബാനർജി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ല മമത മത്സരിച്ചതെങ്കിലും പലപ്പോഴും ഒരു പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാന നേതാവായി ഉണ്ടായിരുന്നു. BJP വിരുദ്ധ ചേരിയിലെ ഒരു പ്രധാന നേതാവായി ഉണ്ടായിരുന്നു. അത് തേജസ്വി യാദവ് ഉണ്ടായിരുന്നു, ഉദ്ധവ് താക്കറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു പ്രാദേശിക കക്ഷികളുടെ ഒരു പ്രതിരോധം കൂടിയായിട്ടല്ലേ നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? ഇപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രതിരോധത്തിന് മുന്നിൽ BJPക്ക് കാലിടറി എന്നല്ലേ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഇതൊരിക്കലും നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയുടെയോ ഒരു വ്യക്തി വിജയമായിട്ട് കടക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് പിന്നെ പ്രത്യേക ഓരോ റീജിയന് വേണ്ടി അതിനു വേണ്ടിയുള്ള അഖിലേഷ് യാദവിന്റെ PDA എന്ന് പറഞ്ഞാൽ അതിൽ പിച്ച്ഡ ദളിത് പിന്നെ അല്പസംഖ്യക് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ഓരോ സ്ഥലത്തും തമിഴ്നാട്ടില് ഏറ്റവും ഉജ്ജ്വലമായ, ഉത്തർപ്രദേശിൽ തീർച്ചയായിട്ടും ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിച്ചതെന്ന് പറയാവുന്ന രീതിയിൽ ഉത്തർപ്രദേശ് ഉണ്ടെങ്കിലും ഏറ്റവും ഐഡിയോളജിക്കൽ കോർ സംരക്ഷിച്ചത് തമിഴ്നാട് തന്നെയാണ്. കേരളത്തിനെ പോലും ഒരു പക്ഷേ രീതിയിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ. കാര്യം സനാതന ധർമ്മത്തിനെ കുറിച്ച് വലിയ വിവാദം BJP അഴിച്ചുവിടാൻ ശ്രമിച്ചു. ഏതൊക്കെ രീതിയിൽ ഉദയനിധിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഇന്ത്യ അലയൻസിനുള്ളിൽ പോലും അതിനെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, ഈ സനാതന ധർമ്മത്തെ കുറിച്ച്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പക്ഷേ സ്റ്റാലിനോ ഉദയനിധിയോ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയില്ല എന്നുള്ള അതുപോലെ ആ ഐഡിയോളജിക്കൽ കോറിൽ തന്നെ മത്സരിക്കുകയും BJPക്ക് അവിടെ ഒരു സീറ്റ് പോലും കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമാണ്. മമതാ ബാനർജിയുടെ ശരിക്കും എക്സിറ്റ് പോളുകൾ പറഞ്ഞതിന്റെ നേരെ തിരിച്ചായി. എക്സിറ്റ് പോളുകൾ പറഞ്ഞ 30 എന്നുള്ള നേരെ തിരിച്ച് അത്യുജ്വലമായ വിജയമാണ്. പിന്നെ പക്ഷെ ഉത്തർപ്രദേശ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചത്. നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും അഭിമാനം നൽകുന്നതാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിലും മറ്റുള്ളവരെയും ഉത്തർപ്രദേശിലുള്ളവരെ പരിഹസിക്കുകയും അവർക്ക് രാഷ്ട്രീയമായ അവയർനെസ് ഇല്ല എന്ന് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുകയും വിദ്യാഭ്യാസമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും പൊളിറ്റിക്കൽ വിസ്ഡം എന്നുള്ള കാര്യം ഉത്തർപ്രദേശ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമുക്ക് വളരെ സങ്കീർണമായ ഇപ്പോഴൊക്കെ നമുക്ക് ഈ ചില മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പോഴെല്ലാം ഇപ്പൊ 70 എമർജൻസി സമയത്ത് 1984 പല സ്ഥലങ്ങളിലും വളരെ ക്രൂഷ്യൽ ആയിട്ടാണ് UP ഒരു നമ്മളൊക്കെ ആ ഉത്തർപ്രദേശിന് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ വേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ പ്രസ് കോൺഫറൻസിൽ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് യുടെ പൊളിറ്റിക്കൽ വിസിറ്റിനെ അക്നോളജ് ചെയ്ത് അതിൽ വേണം, വളരെ അത്യാവശ്യമായ ഒരു സംഭവമായിരുന്നു. അത് തന്നെയാണ് ഈ ഇലക്ഷന്റെ മെസ്സേജ് അങ്ങനെയാണ്, ഫെഡറലിസത്തിന് വളരെ. അപ്പൊ അതുകൊണ്ടാണ് ഈ നിതീഷ് കുമാറും നായിഡുവും ഒക്കെ എന്ത് ചെയ്യുന്നുള്ളത് നമുക്കൊരു ഹോപ്പ് ഉള്ളത്. ഫെഡറലിസത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും BJPയുടെ അധികം നമ്മൾ തുടരാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ അഖിലേഷ് യാദവ് UPയിൽ സൃഷ്ടിച്ച ഒരു പ്രതിരോധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്നാൽ നമ്മൾ അങ്ങനെ ഇന്ത്യയിലെമ്പാടും നോക്കുമ്പോൾ പല പ്രതിപക്ഷ കക്ഷികൾക്കും അത് കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ളൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാതെ പോയത് ബീഹാറിൽ RJDക്കായിരുന്നു. എന്താണ് തേജസ്വി യാദവിൻ്റെ ഒരു പ്രചാരണത്തിൽ സംഭവിച്ചത്? എന്താണ് RJDക്ക് വേണ്ടത്ര വോട്ട് അവിടെ ലഭിക്കാതെ പോയതിനൊരു കാരണം? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ബീഹാർ ഞാൻ ഒട്ടും സഞ്ചരിക്കാത്ത ഒരു സ്റ്റേറ്റ് ബീഹാറാണ്. പക്ഷെ ഞാൻ കേട്ടത് ഈ ഇത്തവണത്തെ ഹിന്ദി ബെൽറ്റിൽ വലിയ ചലനം ഉണ്ടാക്കിയ ഒരു പ്രധാന കാര്യം ഈ നമ്മുടെ ഭരണഘടന മാറ്റുകയും, അത് വെറുതെ മാറ്റുകയല്ല, ഭരണഘടന മാറ്റി അതിലൂടെ സംവരണത്തിന്റെ വളരെ രീതിയിൽ അവര് തുരങ്കം വയ്ക്കും എന്നുള്ളൊരു ഭീതി
പ്രത്യേകിച്ച് ദളിതരുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ ആ ദളിത് കൺസോളിഡേഷൻ സാധാരണഗതിയിൽ BSPയുടെ വോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പോയത് BJPയിലാണെന്ന് പറയുന്നത്. BSPയുടെ ഈ ദളിത് വോട്ടുകൾ അങ്ങോട്ടാണ് പോയെന്നുണ്ടെങ്കിൽ ഇത്തവണ ഈ ഭീതി കാരണം തീർച്ചയായിട്ടും അത് സമാജ്വാദി പാർട്ടിക്ക് തന്നെയാണ് പോയത്. അവിടെ സമാജ്വാദി പാർട്ടി പ്രത്യേകിച്ച് ഒരുപാട് ദളിത് കാൻഡിഡേറ്റ്സിനെ നിർത്തി. പക്ഷെ ബീഹാറിൽ ഒരു വ്യത്യാസം, ഒന്ന് അവിടുത്തെ ദളിത് യൂഷ്വലി അവർ കൺസോളിഡേറ്റ് ചെയ്യുന്ന രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയിലാണ്. അപ്പൊ അവരും 4-5 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ BJPക്ക് ആ ഒരു ദളിത് ഒരു ബാക്ക്ലാഷ് ബീഹാറിൽ തടയാൻ പറ്റിയെന്ന് തോന്നുന്നു. രണ്ടാമത് ഈ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് അവര് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നിതീഷിന് തന്നെയാണ് അവര് എനിക്ക് തോന്നുന്നു യാദവ്സുമായിട്ടുള്ള പഴയ പ്രശ്നങ്ങളും ചരിത്രപരമായ കാര്യങ്ങളും കൊണ്ടാണെന്നോ അവര് ഈ ECB ഇപ്പോഴും നിതീഷിന്റെ കൂടെയാണ് എന്ന് ശക്തമായ ഒരു തോന്നൽ എനിക്ക് ഉണ്ട്. പിന്നീട് ഇത് ഇപ്പോഴും ബീഹാറിൽ പലരും നിതീഷ് കുമാർ ഈ ഭരണം തുടങ്ങിയ സമയത്തുള്ള ക്രമസമാധാന നിലയെ കുറിച്ച് ഇപ്പോഴും വളരെ അവർക്ക് വളരെ അതായത് ഇത് ഒരു വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവിടുത്തെ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി BJPയുടെ കൂടെ ആയിരുന്നത് കൊണ്ടും പിന്നീട് ECBയിൽ ഉള്ള നിതീഷിന്റെ മുൻതൂക്കവും ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു എനിക്കൊരു ഡിസൈസീവ് ഫാക്ടറായിട്ട് ബീഹാറിൽ മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു. രാജഗോപാൽ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു അഖിലേഷ് യാദവിന്റെ PDA എന്ന ഫോർമുലയെ കുറിച്ച്. പിച്ചരെ ദളിത് അല്പസംഖ്യക് പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായിട്ട് അഖിലേഷ് നടത്തിയ ശ്രമം UPയിൽ അത് വലിയ രീതിയിൽ വിജയം കാണുകയുണ്ടായി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല BSPക്കുണ്ടായ ക്ഷീണം കാരണം അത്തരം വോട്ടുകൾ കുറച്ചും കൂടി സമാജ്വാദി പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലുമുണ്ട്. ഇന്ത്യയിലെമ്പാടും, ഇത് UPയിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും നോക്കുമ്പോൾ കണക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത് 156 SC മണ്ഡലങ്ങളിൽ 93ലും കോൺഗ്രസ് ആണ് വിജയിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. BJPക്ക് 57 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ് അധികമായി നേടിയത് 53 SC മണ്ഡലങ്ങളാണ് ഇത്തവണ അധികമായിട്ട് നേടിയത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പിന്നോക്ക സമൂഹങ്ങളുടെ ഒരു വോട്ട് നേടാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായി മാറിയില്ലേ? അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അത് നൽകുന്നൊരു സൂചന എന്താണ്? ഈ ഭരണഘടനയെ മാറ്റിയിട്ട് സംവരണത്തിനെ വളരെ രീതിയിൽ അണ്ടർമൈൻ ചെയ്യുന്നൊരു ഭയമുണ്ടായെങ്കിലും അത് പലപ്പോഴും ഇടയ്ക്ക് കോൺഗ്രസ് പണ്ടൊരു ദളിത് അവരെ സപ്പോർട്ട് ചെയ്ത പാർട്ടികളിൽ ഇടയ്ക്ക് കൊണ്ട് അതൊരു സവർണ പാർട്ടി ആയിരുന്നു. കോൺഗ്രസ് ഒരു സവർണ പാർട്ടി എന്ന രീതിയിൽ തന്നെയാണ് പലരും നോക്കിക്കണ്ടത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ വളരെ വളരെ വോക്കലായിട്ടുള്ള അഡ്വക്കസി ഫോർ ഈ കാസ്റ്റ് സെൻസസ് എനിക്ക് തോന്നുന്നു ഇറ്റ് പ്ലേഡ് എ പാർട്ട്. ഇതും എനിക്ക് തോന്നുന്നു ബീഹാറിലെ ഒരു ഫാക്ടർ. കാരണം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും ആദ്യം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചത് നിതീഷ് കുമാറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതും അദ്ദേഹത്തെ, അത് മാത്രമല്ല ഇതില് ആദ്യം ഇന്ത്യയുടെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ട് നിതീഷ് സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടും അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ്, ഈ കാസ്റ്റ് സെൻസസിന്റെ അഡ്വാൻറ്റേജ് കോൺഗ്രസിനോ ഇന്ത്യ അലയൻസിനോ പോകുന്നതിന് പകരം എനിക്ക് തോന്നുന്നു നിതീഷിനെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാസ്റ്റ് സെൻസസ് വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്കത് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതും ഒരു ഫാക്ടറാണ്. ഈ പുതിയ ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ നിതീഷ് കുമാർ ഇന്ത്യ അലയൻസിൽ പോയതിനു ശേഷം ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ ക്യാമ്പയിനിൽ ഞാൻ ബീഹാർ അധികം ശ്രദ്ധിച്ചില്ല, ക്യാമ്പയിനിൽ ട്രെയിനിൽ അധികം സംസാരിച്ചോന്ന് അറിയില്ല. ഇതിനിടയ്ക്കുള്ള ഒരു സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് വലിയതായിട്ട് സംസാരിച്ച് കേട്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് എത്ര നാൾ ഇതിനെക്കുറിച്ച് നിശബ്ദനായി ഇരിക്കാൻ പറ്റും? അല്ലോ അദ്ദേഹം വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് BJPക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചില ടെൻഷൻ, ഫ്യൂച്ചർ ടെൻഷനും പോസിബിളി ഫ്ലാഷ് പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതില് അത്തരത്തിലൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJP അതിനെ പ്രതിരോധിച്ചത് വിദ്വേഷ പ്രചരണങ്ങളുടെയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസിന്റെ രാഷ്ട്രീയത്തെ വിദ്വേഷം കൊണ്ട് നേരിടാനാണ് പ്രധാനമന്ത്രി അടക്കം ശ്രമിച്ചത്. അദ്ദേഹം കെട്ടുതാലി പറിച്ചെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും എന്ന തരത്തിൽ ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിൻ്റെ സ്വത്ത് മറ്റ് സമൂഹങ്ങൾക്ക് പകർത്തു നൽകുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് രാഷ്ട്രീയത്തെ മാറ്റി തീർക്കാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ നരേന്ദ്രമോദി അടക്കം പറഞ്ഞ ഒരു വിദ്വേഷ പ്രചരണത്തിന് ഏറ്റ തിരിച്ചടി കൂടിയായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയില്ലേ? അതായത് സോഷ്യൽ ജസ്റ്റിസിൻ്റെ രാഷ്ട്രീയത്തിന് കുറച്ചും കൂടി ഒരു പ്രാമുഖ്യം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ ഫലത്തെ മുൻനിർത്തി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയുമോ? എക്സാക്ട്ലി. ആ പ്രസംഗങ്ങൾ നടന്ന ഓരോരോ മണ്ഡലങ്ങൾ, ഇപ്പൊ ബൻസ്വാര എന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ
ആദ്യം മുസ്ലിങ്ങൾക്കെതിരായിട്ട് വളരെ നികൃഷ്ടമായ രീതിയിൽ സംസാരിച്ചത്. അവിടെ തോറ്റു, BJP കാൻഡിഡേറ്റ് തോറ്റു. പിന്നെ എനിക്കൊന്ന് മിസയുടെ കോൺസ്റ്റിറ്റ്യൂവിലാണെന്നുണ്ടെങ്കിൽ മുജ്റയെ കുറിച്ച് സംസാരിച്ചത്, അവിടെ പരാജയപ്പെട്ടു. പിന്നെ ഈ ബഫല്ലോ ഈ പോത്തിന് 2 പോത്ത് ഉണ്ടെങ്കിൽ അതിന് ഒരെണ്ണത്തിന് പിടിച്ച് മുസ്ലിങ്ങൾ കൊടുക്കുന്നു ആ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു അല്ലെ, ഗുജറാത്തിൽ വെച്ചാണ് പറഞ്ഞത്. അവിടെ കോൺഗ്രസ് ജയിച്ച ഒരു ഗുജറാത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അതാണെന്ന് തോന്നുന്നു. അപ്പം വളരെ ഡയറക്റ്റ് ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും മോദി ക്യാമ്പയിൻ ചെയ്ത സീറ്റുകളെല്ലാം ജയിച്ചു, മോദിക്ക് വളരെ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതും നമ്മൾ ഈ ബ്ലെയിം അദ്ദേഹത്തിന്റെ പുറത്ത് തന്നെ, അദ്ദേഹത്തിന്റെ ഈ വർഗീയ അവിടെ BJP കാൻഡിഡേറ്റ് തോറ്റ സ്ഥിതിക്ക് ആ ബ്ലെയിമും ആ കുറ്റം അദ്ദേഹം തന്നെ, ആ അക്കൗണ്ടബിലിറ്റി അദ്ദേഹം തന്നെ ഏറ്റെടുക്കേണ്ടതാണ്, അദ്ദേഹത്തിന്റെ വർഗീയ പ്രശ്നം. അപ്പൊ ഇതിനെതിരെ തിരിച്ച് അതാണ് ഈ വേർഡിക്റ്റിന്റെ ഒരു വലിയ കാര്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒപ്പോസിഷൻ പോലും മുസ്ലിങ്ങളെ വേണ്ട രീതിയിൽ വേണ്ട നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അവരെ ഫീൽഡ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ സംസാരിച്ചിട്ടില്ല, വ്യക്തമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് നോക്കുമ്പോൾ അവര് ഇതിൽ നിന്നെല്ലാം ഉയർന്ന് ഈ മോദിയുടെ ഈ വർഗീയ വിദേശത്തു നിന്ന് ഉയർന്ന് തന്നെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പല സീറ്റുകളിലും അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയ ആ മുസാഫർ നഗർ റയറ്റിന് ശേഷം ഉണ്ടായ മുസ്ലിങ്ങളും ഹിന്ദു വിഭാഗങ്ങളും ഈവൻ പിന്നോക്ക വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആ മുറിവുകൾ ഉണക്കാൻ അഖിലേഷ് യാദവിനും കോൺഗ്രസ് അലയൻസിനും കഴിഞ്ഞു എന്ന് വേണം നമുക്ക് എത്താൻ. അത് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് അഖിലേഷ് തീർച്ചയായിട്ടും ചില കാര്യം, കോൺഗ്രസും ചിലത് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ തന്നെ സ്വയം ഇതൊരു എത്രയൊക്കെ നമ്മൾ ഓരോ പ്രാദേശിക പാർട്ടിയും കോൺഗ്രസിനൊക്കെ രാഹുൽ ഗാന്ധിയും ക്രെഡിറ്റ് കൊടുത്തെങ്കിലും ഇത് ജനങ്ങളുടെ ആത്യന്തികമായിട്ട് ഇത് ലോക് ലെറ്റർ എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ ഞാൻ UP ട്രാവൽ ചെയ്തപ്പോൾ കേട്ടൊരു കോൺസ്റ്റന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു വാചകം, ലോക് ലെറ്റർ, അതായത് ജനങ്ങൾ പൊരുതുകയാണെന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അടുത്ത ഷിബുരാജിനോടാണ് ചോദിക്കാനുള്ളത്. ഷിബുരാജ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മുമ്പ് സംസാരിച്ചത് വാരണാസിയിൽ നിന്നായിരുന്നു താങ്കൾ കേരളീയത്തോട് സംസാരിച്ചത്. അപ്പോൾ അന്ന് വാരണാസിയിലൂടെ സഞ്ചരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയും, അദ്ദേഹം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് നേരിടുന്നുണ്ട് എന്നുള്ളത് താങ്കളുടെ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി, ആ മണ്ഡലത്തിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി നടത്തിയ ചില വിലയിരുത്തലുകളിൽ നിന്ന് കേരളീയത്തോട് താങ്കൾ പങ്കുവെക്കുകയുണ്ടായി. ഏതാണ്ട് ഷിബുരാജ് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം, വാരണാസിയിലെ തിരഞ്ഞെടുപ്പ് ഫലം എത്തിയിരിക്കുന്നത്. വാരണാസിയിലെ മാത്രമല്ല, UP ഫലങ്ങൾ നോക്കുമ്പോൾ തന്നെ ഷിബുരാജ് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന തരത്തിലുള്ളൊരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു തവണ ഈ വോട്ടെണ്ണുന്നതിനിടയിൽ ഒരു തവണ 6000 വോട്ടുകൾക്ക് നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന സാഹചര്യം വരെ വാരണാസിയിൽ ഉണ്ടായി. അപ്പോൾ UP പൊതുവേ ഉണ്ടായ തിരിച്ചടിയുടെ ഒരു പ്രതിഫലനമല്ലേ വാരണാസിയിലും കാണാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് നേരിട്ട് ഈ പറഞ്ഞ UP പല ഗ്രാമീണ മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്ത ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് ഷിബുരാജ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് തന്നെ ഒരു വ്യക്തിപരമായ ഒരു ഫീലിംഗ്, ഇന്നത്തെ ദിവസത്തെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കേറ്റ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കേറ്റ ഒരു അപമാനത്തിന്റെ ആ കറ നീക്കിക്കളയുന്ന ഒരു ദിവസം, ആ കളങ്കം നീക്കിക്കളയുന്ന ദിവസമായിരുന്നു ഇന്ന്. സാങ്കേതികപരമായി NDA മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിലും നരേന്ദ്രമോദിക്കേറ്റ വലിയൊരു പ്രഹരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ, ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു, മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു, ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് അറിയാൻ കഴിഞ്ഞത്, ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയൊരു ദിവസമാണ്. UP തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് വാരണാസി കഴിഞ്ഞ് ഗോരഖ്പൂരിൽ എത്തിയപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് NDA മുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടും എന്നുള്ള ആത്മവിശ്വാസം കൂടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അവിടെ ഗ്രാമങ്ങളിലെ ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് അഗ്നിവീർ എന്നുള്ള പദ്ധതി ജനങ്ങളിൽ ഉണ്ടാക്കിയ നിരാശ. അവർ പറഞ്ഞത് അഭി ഉമീദ് നഹി ഹെ, അതായത് ഞങ്ങൾക്ക് ഭാവിയിൽ കുറിച്ച് പ്രതീക്ഷയില്ല. ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ ഈ സൈനിക പരിശീലനം നേടാൻ വേണ്ടിയുള്ള അക്കാദമികൾ കൂട്ടിപ്പോകുന്നു. രാവിലെ എഴുന്നേറ്റ് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി റോഡുകളിലൂടെ ഓടുമായിരുന്ന യുവാക്കളുടെ വലിയൊരു നിര ആ പ്രാക്ടീസ് അവസാനിപ്പിക്കുന്നു. പേപ്പർ ലീക്ക്, ഓരോ പരീക്ഷയിലും പേപ്പർ ലീക്ക് ചെയ്യുമ്പോൾ എത്രയോ കഠിനാധ്വാനം ചെയ്ത ദിവസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടമാകുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ ഈ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വലിയൊരു സമൂഹം, വികസന പദ്ധതികളുടെ ഇരകളാക്കപ്പെട്ടവർ, പ്രത്യേകിച്ച് ഗോരഖ്പൂർ പോലുള്ള സ്ഥലത്ത് മോദിയുടെ
മോദിയുടെയും യോഗിയുടെയും നേതൃത്വത്തിൽ നടന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ കുടിയിറക്കപ്പെടുന്നു. പലർക്കും ഭൂമി നഷ്ടപ്പെടുകയും അവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടാതിരിക്കുക, അതേപോലെ തന്നെ കിട്ടിയ കോമ്പൻസേഷൻ വെച്ച് അവർക്ക് പുതിയൊരു വാസസ്ഥലം നിർമ്മിക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ പൊറുതിമുട്ടിയ ഒരു ജനതയെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതിൽ പലരും കഴിഞ്ഞ പ്രാവശ്യം മോദിയെ പിന്തുണച്ചവരായിരുന്നു, BJPയെ പിന്തുണച്ചവരായിരുന്നു. ആ പ്രതികരണങ്ങൾ കൂടി കേട്ടപ്പോൾ തീർച്ചയായിട്ടും NDA ഈ പ്രാവശ്യം വലിയ തിരിച്ചടി നേരിടും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദിയെയും അമിത്ഷയെയും സംബന്ധിച്ച് അധികാരം നിലനിർത്തുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ കോടാനുകോടി സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ സ്വൈര ജീവിതം, സമാധാന ജീവിതം, അന്തസ്സുറ്റ ജീവിതം നിലനിർത്താനുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. അങ്ങനെ കൂടുതൽ മോദിയും അമിത്ഷയും ഒരു വശത്ത് എങ്ങനെയും അധികാരം നിലനിർത്താൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും എല്ലാ വിദ്വേഷ പ്രചരണങ്ങളും ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ ഒരു വശത്ത് നിശബ്ദരായി നിന്ന് ജനങ്ങൾ ഇത് കേൾക്കുകയും ഇതിനെതിരെ തങ്ങളുടെ വോട്ടവകാശത്തിലൂടെ പ്രതികാരം അല്ലെങ്കിൽ മറുപടി കൊടുക്കും എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുകയായിരുന്നു. ആ സന്ദേശം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് ഉത്തർപ്രദേശിലാണ്. നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് നമ്മൾ വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, നിരക്ഷരരായ വിഭാഗം, ഇപ്പോഴും കക്കൂസ് ഉപയോഗിക്കാത്ത വിഭാഗം എന്നൊക്കെ നാം കരുതുന്ന ജനസമൂഹത്തിന്റെ വെളിച്ചമാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന് അവർ കൊടുത്ത വെളിച്ചമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഉത്തർപ്രദേശ് മാത്രമല്ല ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയുള്ള കർഷകരുടെ രോഷം ഒക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഉറ്റുനോക്കിയ, ഒരുപക്ഷെ ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ ഒരു കാര്യം കൂടി എനിക്ക് ഗോരഖ്പൂരിന്ന് വളരെ ശ്രദ്ധിക്കപ്പെടും, മറ്റു പല സ്ഥലങ്ങളും കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ കേട്ടത്, മോദി ഞങ്ങളെ നിർബന്ധപൂർവ്വം വാക്സിനേഷൻ ചെയ്യിച്ച് ഞങ്ങളുടെ പല ആളുകളെയും കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അവിടെ വ്യാപകമായ ഹാർട്ട് അറ്റാക്ക് വഴിയും മറ്റു പല അസുഖങ്ങൾ കാരണം പ്രത്യേകിച്ച് യുവാക്കൾ വരെ മരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം ഇങ്ങനെ നിർബന്ധപൂർവ്വം നൽകിയ വാക്സിനേഷൻ ആണെന്ന് വിചാരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല തെരുവോരങ്ങളിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തങ്ങളുടെ കയ്യിൽ എക്യുപ്മെന്റ് ഇല്ലാതെ ഒരു കോമ്പൻസ് കിട്ടാതെ തെരുവോരങ്ങളിലേക്ക് മാറ്റപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരം മറ്റു വിഭാഗങ്ങളും കൂടി ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. മൊത്തത്തിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെതിരെ, വിദ്വേഷത്തിനെതിരെ ഇന്ത്യൻ ജനത നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഷിബുരാജ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഡൽഹി. പക്ഷെ ഡൽഹിയിൽ നിന്നും താങ്കൾ കേരളീയവുമായി സംസാരിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിലൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. ഡൽഹിയിലെ 7 സീറ്റും ഇത്തവണയും BJPക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനുശേഷം ജാമ്യം നേടി അദ്ദേഹം പുറത്തു വന്ന ശേഷം നടത്തിയ പ്രചാരണങ്ങളൊന്നും ഫലിക്കാതെ പോകാനുള്ളൊരു കാരണം എന്തായിരിക്കാം? എന്താണ് ശിവരാജിന്റെ ഒരു വിലയിരുത്തൽ? ഡൽഹിയിൽ സംഭവിച്ചിരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഞങ്ങൾ ഗ്രൗണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ കിട്ടിയൊരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോദിക്കെതിരെയുള്ള ഒരു വികാരം ശക്തമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ NDA മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും, മോദിയുടെ ഒരു പ്രഭാവ വലയത്തിൽ NDAക്ക് വീണ്ടും അധികാരം ലഭിക്കും, ഒരു മൂന്നാം ഊഴം മോദിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. കാരണം എപ്പോഴും കേന്ദ്ര ഭരണത്തിൽ നിൽക്കുന്ന കക്ഷികളോട് അധികാരങ്ങളോട് കൂറുചേർന്ന് പോവുക എന്നുള്ളതാണ് ഡൽഹി പൊതുവെ കാണുന്ന ഒരു സ്വഭാവം. അതിന്റെ കൂടാതെ എനിക്ക് തോന്നുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഈ സമവായങ്ങൾ, അവരുടെ അലയൻസ് വേണ്ട രീതിയിൽ അവിടെ വിജയകരമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ ആളുകൾക്കും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്കും വിമുഖത ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ 3 സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണെന്നും 4 സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണെന്നും തിരിച്ചറിയാത്ത വലിയൊരു ജനവിഭാഗം അവിടെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അവസാന ദിവസങ്ങളിൽ ശക്തമായി നടത്തിയിരുന്നു.
പക്ഷെ അത് എത്രമാത്രം ഫലം കണ്ടു എന്നറിയില്ല. മാത്രവുമല്ല അവരുടെ സംഘടന, കോൺഗ്രസിന്റെ ദുർബലമായ സംഘടനാ ശേഷി ഡൽഹിയിൽ വലിയൊരു തിരിച്ചടിയായിരിക്കാൻ സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടി തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്തിരുന്ന അവരുടെ 4 മണ്ഡലങ്ങളിലായിരുന്നു. എങ്കിലും ഈ 4 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ചാന്ദിനി ചൌക്കിൽ കോൺഗ്രസ് വിജയം ഏറെ പ്രതീക്ഷിച്ചൊരു മണ്ഡലമായിരുന്നു. കന്നയ്യകുമാറിന് ടഫായ ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ അവിടെ ജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും ഡൽഹി റിസൾട്ട് ഏറെ അമ്പരപ്പിക്കുന്നതാണ്. അതിന്റെ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ വിശകലനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം രാജഗോപാൽ സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചൊരു കാര്യമുണ്ട്. എക്സിറ്റ് പോളുകൾ എല്ലായിടത്തും പ്രവചിച്ച കാര്യങ്ങളൊക്കെ വലിയ മണ്ടത്തരങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇത്തവണ നമ്മൾ കണ്ടത്. എന്നാൽ ബംഗാളിൽ ചില എക്സിറ്റ് പോളുകൾ 30 സീറ്റ് വരെ BJPക്ക് പ്രവചിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ രാജഗോപാൽ സാർ തന്നെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യയിൽ ഈ വർഷത്തെ ഇലക്ഷനിലെ ഏറ്റവും വലിയ വാർത്ത, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷെ എന്നാൽ പോലും 18 സീറ്റ് എന്ന നില BJP മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പല ചർച്ചകളും പറഞ്ഞിരുന്നു. എന്നാൽ മമത വലിയ മുന്നേറ്റമാണ് ഇത്തവണ ബംഗാളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇത്രയും പ്രവചനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് പൊതുവെ വിലയിരുത്തിയിട്ടും എന്തുകൊണ്ടാണ് മമതയ്ക്ക് വീണ്ടും ഒരു വലിയ നേട്ടം ബംഗാളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അത് പല ചർച്ചകളും പറയുന്നത് ഈ മുസ്ലിം മഹിള എന്ന ഒരു കോമ്പിനേഷൻ മമതയ്ക്ക് വലിയ സഹായം ചെയ്തു എന്ന തരത്തിലൊക്കെ ചർച്ചകൾ കാണുന്നുണ്ട്. ഏറെക്കാലം ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ രാജഗോപാൽ സാർ എങ്ങനെയാണ് ഈ മമതയുടെ മുന്നേറ്റത്തെ വിലയിരുത്തുന്നത്? അല്ല, അത് എപ്പോഴും മമതയ്ക്ക് അനുകൂലം. പക്ഷെ എനിക്ക് തോന്നുന്നത് മമതയുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്സിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. കാര്യം എനിക്ക് തോന്നുന്നത് കോൺഗ്രസും ലെഫ്റ്റും, അതായത് ഇന്ത്യ അലയൻസ് അവിടെ ഒരുമിച്ച് കണ്ടസ്റ്റ് ചെയ്യാത്ത നന്നായി എന്നാണ് എനിക്ക്, അത് അഡ്വാൻറ്റേജസ് ആയിരുന്നു. കാര്യം മമതയ്ക്കെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി നമ്മൾ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു സ്പ്ലിറ്റ് ചെയ്ത് അത് BJPയിലേക്ക് കുറെ പോയി, കുറെ ലെഫ്റ്റിലോട്ട് പോയി. അല്ല, ഇവരെല്ലാം ലെഫ്റ്റും കോൺഗ്രസും ഇന്ത്യ അലയൻസ് ഒരുമിച്ച് അവിടെ പൊരുതിയിരുന്നെങ്കിൽ മിക്കവാറും ആ ആന്റി മമത വോട്ടിംഗ്, ആന്റി ഇൻകംബൻസി വോട്ട് മുഴുവൻ BJPയിലേക്ക് പോവുകയും അത് മമതയ്ക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. 2, അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഡൽഹിയിലെ കുറിച്ച്. ഡൽഹിയിലും ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ ചേരുന്നു ഒരിക്കലും. അതേസമയം ഒരു ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ടേഴ്സ് ഒരു BJPയെ പോലൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. കൂടുതൽ അവര് റെഡിയാകുന്ന ചിലപ്പോൾ മിക്കവാറും ആം ആദ്മി പാർട്ടി സപ്പോർട്ടേഴ്സ് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് കൂടുതൽ. പക്ഷെ അവർ ഒരിക്കലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഇറക്കൻസ്, അതായത് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ഇൻകമ്പാറ്റബിലിറ്റി, അതായിരിക്കാം ചിലപ്പം. അപ്പൊ അത് ബംഗാളിൽ മമത ചെയ്ത പോലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസും സെപ്പറേറ്റ് ആയിട്ട് ഡൽഹിയിൽ പൊരുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ കോൺഗ്രസിനും ചിലപ്പോൾ 1-2. പഞ്ചാബിൽ സംഭവിച്ചോലെ, പഞ്ചാബിൽ അവരെ വ്യത്യസ്തമായിട്ടല്ലേ പൊരുതിയത്. എനിക്ക് തോന്നുന്നു മമതയുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്, അന്ന് എല്ലാവരും കുറ്റം മമത ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തതാണ്, മമത ഈ അലയൻസിനെ പൊളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് മമതയുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്സ് ആയിരുന്നു കറക്റ്റ്. അപ്പൊ ലെഫ്റ്റിന് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും ഇതാണ് സംഭവിച്ചത്. നമുക്ക് വോട്ട് ഷെയർ ഒക്കെ വരുന്ന ഏതെങ്കിലും ചില സൂചനകൾ കിട്ടും. ഇന്ത്യയിൽ ഇപ്പോൾ ഫിഗേഴ്സ് ഇല്ല, അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ലെഫ്റ്റ്, ഈ മമതയുടെ ആന്റി ഇൻകംബൻസി ലെഫ്റ്റ് കുറെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സംഭവിച്ചോ, ലെഫ്റ്റ് അവരറിയാതെ തന്നെ ലെഫ്റ്റും കോൺഗ്രസും മനഃപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വമായ എന്തായാലും അവരും ഒരു മമതയുടെ വിക്ടറിയിൽ ഒരു റോള്, അൺഡിക്ലെയർഡ് റോള് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും. പിന്നെ മറ്റു കാര്യങ്ങൾ, ഇപ്പൊ സന്ദേശ് ഖാലി പോലുള്ള കാര്യങ്ങൾ അത് ജനം അംഗീകരിച്ചില്ല എന്നാണ് കരുതുന്നത്. സന്ദേശ് ഖാലിയിലെ ഒരു ഈര എന്ന് പറയുന്ന ഒരു വനിത, അവര് കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് അവർക്ക് പോലും ജയിക്കാൻ പറ്റിയില്ല എന്നൊരു അവസ്ഥയുണ്ട് അവിടെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മെയിൻ ഫാക്ടർ. അപ്പൊ മമതയുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിക്ട് തന്നെയാണ് നമ്മൾ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ രാജഗോപാൽ സാർ, ഞാൻ നോർത്ത് ഈസ്റ്റിന്റെ കാര്യം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റിൽ ഇത്തവണ പൊതുവെ BJPക്ക് തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ മണിപ്പൂരിലെ 2 സീറ്റും BJPക്ക് നഷ്ടമായി, 2 സീറ്റും കോൺഗ്രസ് മുന്നണിക്ക് ലഭിച്ചു. അത് ശരിക്കും മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി അടക്കം സ്വീകരിച്ച ഒരു സമീപനത്തിനുണ്ടായ തിരിച്ചടിയായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ? നരേന്ദ്രമോദി ഒരു തവണ പോലും ഇപ്പോൾ പോലും പോയിട്ടില്ല അവിടെ. അതേസമയം രാഹുൽ ഗാന്ധി ആദ്യം പോയ പൊളിറ്റീഷ്യൻസ് എല്ലാം ഇന്ത്യ അലയൻസ് ഉള്ള പൊളിറ്റീഷ്യൻസ് ആയിരുന്നു, രാഷ്ട്രീയക്കാരാണ് അവിടെ ചെന്ന്. അപ്പൊ അതിന്റെ
തീർച്ചയായിട്ടും ആ ജനക്കൂട്ടത്തിന്റെ ഒരു മുറിവ്, ആ മുറിവ് അങ്ങനെ എളുപ്പം ഉണങ്ങുകയൊന്നുമില്ല. അവരെ അബാൻഡൻ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദി അബാൻഡൻ ചെയ്തു, അവരെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതിനുള്ള ബാക്ക്ലാഷ് തന്നെയാണ് അത്, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, സമാധാനത്തിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം കൂടിയാണെന്ന് തോന്നുന്നത്. രാജഗോപാൽ സാർ നേരത്തെ ബംഗാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആർക്കാണോ കേന്ദ്രത്തിൽ BJP നന്നായി പ്രതിരോധിക്കാൻ കഴിയുന്നത് അവർക്ക് കൂടുതൽ വോട്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ രീതിയിൽ ആ വോട്ടുകൾ എല്ലാം തൃണമൂൽ കോൺഗ്രസ് സമാഹരിക്കുന്ന കാഴ്ച ബംഗാളിൽ കണ്ടു. കേരളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും കേന്ദ്രത്തിൽ BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് നൽകിയ, കോൺഗ്രസിന് നൽകിയ ഒരു വോട്ടായിട്ടാണ് അവർക്ക് ഈ 2 തവണയും 2019-ലും 2024-ലും ലഭിച്ച വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു നേട്ടം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഈ 2 തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അതൊരു സർക്കാർ വിരുദ്ധ വികാരമായിട്ട് മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണോ, അതോ മറ്റ് എന്തെങ്കിലും ഘടകങ്ങൾ അതിലുണ്ടോ? എങ്ങനെയാണ് രാജഗോപാൽ സാർ അതിനെ മനസ്സിലാക്കുന്നത്? അല്ല, പലരും പറയുന്നുണ്ട് അത് ഇവിടെ പിണറായി വിജയന് ഉള്ള ആന്റി ഇൻകംബൻസി വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായിരിക്കാം, എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ ഇലക്ഷനെ കുറിച്ച് എനിക്ക് ഇത്തവണത്തെ ഒരു പരാതി, ഞാൻ പലയിടത്തും സഞ്ചരിച്ചാൽ എനിക്കുള്ള പരാതി പലപ്പോഴും എനിക്ക് തോന്നിയത് ഇതൊരു ദേശീയ ഇലക്ഷൻ എന്നോ ഒരു ക്രൈസിസ് ഇലക്ഷൻ ആയിട്ടോ നമ്മൾ കാണാതെ കോൺഗ്രസും ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയും വളരെ ലോക്കലായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ദേശീയമായി പലതവണ പല കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല എന്നൊരു തോന്നില്ല. ഞാൻ കണ്ട പ്രസംഗങ്ങളിലും തെരുവ് മീറ്റിങ്ങുകളിലൊന്നും ഇതൊന്നൊരു വലിയ വിഷയമായിട്ട് പത്രങ്ങളുടെ ഇതിലും ഇതൊന്നും വലിയ വിഷയമായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പക്ഷേ ഇതൊരു ദേശീയ ഇലക്ഷനായിട്ട് തന്നെയാണ് കണ്ട. കാര്യം ഈ മൃഗീയമായ ഭൂരിപക്ഷം കോൺഗ്രസ് ഓരോ സമയം അതെനിക്ക് തോന്നുന്നില്ല അതൊരു ലെഫ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ആങ്കറാണ്. അതെനിക്ക് തോന്നുന്നൊരു ഒരു കേന്ദ്രത്തിൽ ഇന്ത്യയെ രക്ഷിക്കണം എന്നുള്ളൊരു പോസിറ്റീവ് വോട്ടായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഒരു എക്സെപ്ഷൻ തൃശ്ശൂർ, തീർച്ചയായിട്ടും തൃശ്ശൂർ, ആറ്റിങ്ങൽ, ഈവൻ തിരുവനന്തപുരം അതൊരു എക്സെപ്ഷൻ ആണ്. കാര്യം ആന്റി ഇൻകംബൻസി ആണെങ്കിൽ അവിടെ എല്ലാം മണ്ടരുന്നതല്ലേ, അവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് വോട്ട് ആയിട്ടാണ് മലയാളികൾ വോട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ബംഗാളിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ബംഗാളിൽ പിന്നെ അതിഭീകരമായ രീതിയിൽ ഇത്തവണ മീഡിയ മമതയ്ക്കെതിരെ തിരിച്ചായിരുന്നു. അപ്പൊ മമതയുടെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും, ഞാൻ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. പലപ്പോഴും ഞാൻ വിചാരിച്ചു BJP അറ്റ്ലീസ്റ്റ് 18-ൽ നിന്ന് കൂടി 18 പോലും റീടൈൻ ചെയ്താൽ തന്നെ ചാൻസ് ഒന്നാണ് വിചാരിച്ചത്. അത് മാത്രമല്ല 18-ൽ കൂടെ. കാരണം മീഡിയയുടെ ഒരു ഇത്തവണ റോള് വളരെ വലുതായിരുന്നു. ഒരു മമതയ്ക്കെതിരെ എന്തോ ഭയങ്കരമായ ഒരു അമർഷം ബംഗാളിൽ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഈ ഇലക്ഷൻ റിസൾട്ടോട് മമത തെളിയിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലാന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത 2 ആളോടും ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 290 സീറ്റിൽ നിന്നും ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം എന്തായാലും ഒരു മുന്നണി എന്ന രീതിയിൽ NDAക്കുണ്ട്, BJPക്ക് ഒറ്റയ്ക്കില്ലെങ്കിൽ തന്നെയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർക്കാർ രൂപീകരണത്തിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് അത്തരം ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷം ഇല്ല എന്ന ഒരു കാരണം കൊണ്ട് RSS പിന്തുണയ്ക്കുന്ന ഒരു BJP സർക്കാർ അതിൻ്റെ പതിവ് നയങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അതായത് മോദി പ്രഭാവം മാഞ്ഞു അല്ലെങ്കിൽ മോദിയുടെ ശക്തി കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ച, ഈ 10 വർഷം ഉണ്ടായിരുന്നതിൻ്റെ ഒരു തുടർച്ച ഇനിയൊരു സർക്കാർ, വീണ്ടും ഒരു NDA സർക്കാർ വരികയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു പോരാട്ടത്തിന്റെ ഒരു ആദ്യത്തെ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ എത്തിയോന്നോ തീർച്ചയായിട്ടും വന്നല്ലോ. ഇത് നീണ്ടമായ ഒരു സ്ട്രഗിളിൽ കൂടെ മാത്രമേ ഇതിന്റെ ഒരു പര്യവസാനം. പക്ഷെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും 100 വർഷത്തൊക്കെ വരുമ്പോൾ RSSും ഇവരൊക്കെ പറയേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും പറയുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല നരേന്ദ്രമോദി പഴയ രീതിയിൽ ഒരു സ്വേച്ഛാധിപതിയായിട്ട് തോന്നും പോലെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ അവർ ധൈര്യപ്പെടുന്നുണ്ട്. കാര്യം ഞാൻ ഉദാഹരണം ഇപ്പൊ ഇദ്ദേഹം വീണ്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഒരു കർഷക സമരം, മറ്റൊരു സമരം, ഒരു ബഹുജന സമരം ഉണ്ടാവുകയാണെങ്കിൽ ഈ ബുൾഡോസർ വെച്ചും അവിടെ ഇത് വെച്ചും അടിച്ചമർത്താൻ അദ്ദേഹം ധൈര്യപ്പെടുന്നു തോന്നുന്നില്ല. കാരണം ഈ ഒരു മാൻഡേറ്റിലൂടെ അതൊരു എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല അലയൻസും അവരുടെ, പ്രത്യേകിച്ച് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു, അവർക്ക് അവരുടെ ലോക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു മുസ്ലിം റിസർവേഷന് വേണ്ടി വാദിച്ചുകൊണ്ടാണ് ഭരണത്തിൽ. അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഹിന്ദു, ഈ നമ്മൾ പറയുന്ന ഹിന്ദു മെജോറിറ്റിനിസം പറയുന്ന ആൾക്ക് ഒരു മുസ്ലിംസിനും റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ
ഒരാളിന്റെ ഇത് സപ്പോർട്ടോട് മാത്രമേ ഭരിക്കാനുള്ളത് തന്നെ ഒരു വലിയ ഒരു മെസ്സേജാണ് മോദിക്ക്. അതിലും അപ്പൊ ഓരോ ദിവസവും ഓരോ ക്യാബിനറ്റ് മീറ്റിംഗിലും ആ ഒരു കൈപ്പേറിയ ഇത് അയറിക്കൊണ്ട് മാത്രമേ മോദിക്ക് ഭരിക്കാനൊക്കെ. ഓരോ ദിവസവും നമ്മൾ ഓർക്കണം. അത് ഈ ഇദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റുന്നത് മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ സപ്പോർട്ട് ചെയ്ത ഒരു പാർട്ടിയുടെ സീറ്റ്സ് കൊണ്ടാണ്. അതുപോലെ നിതീഷ് കുമാർ കാസ്റ്റ് സർവേ കുറിച്ച് ആദ്യം സംസാരിച്ച അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു ലിമിറ്റ് വിട്ട് ഈ തോന്നിയാസങ്ങൾ നേരത്തെ കാണിച്ച പോലെ ആളുകളുടെ മേൽ ബുൾഡോസർ പായിക്കുക, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് തല്ലുക, ഓരോ സിവിൽ സൊസൈറ്റി ആളുകളെ ടാർഗറ്റ് ചെയ്യുക, ഇതെല്ലാം ചെറിയ രീതിയിൽ തീർച്ചയായിട്ടും ഏത് ഭരണകൂടങ്ങളും ഇന്ത്യയിലെ അത് BJPക്ക് മാത്രമുള്ളതല്ല, എല്ലാ ഭരണകൂടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. വളരെ വീക്കായിട്ട് ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഭരണകൂടങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ നടക്കും. പക്ഷെ ആ ഒരു ലാർജ് സ്കെയിലിൽ നേരത്തെ നടന്ന രീതിയിൽ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം കാണിക്കാൻ പറ്റും. അതുപോലെ ഭരണഘടന സുരക്ഷിതമാണെന്ന് മോറോലെസ് നമുക്ക് ഉറപ്പിക്കാം ഇത്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇത് നമുക്കത് ഒരിക്കലും ഇതൊരു എല്ലാം കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന വിഡിതമായിരിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തോന്നുന്നില്ല. കാരണം സിവിൽ സൊസൈറ്റി വളരെ വളരെ വിജിലന്റ് ആയിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഏറ്റവും സുവർണമായ ഒരു ഇതെന്നുള്ള ഒരു ചാപ്റ്റർ ശിവരാജിനെ പോലുള്ള അവർക്ക് അവരുടെ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടവർ പറയില്ല. അത് ഏതെങ്കിലും പത്രമോ ഏതെങ്കിലും അവര് നിങ്ങൾ തന്നെ സ്റ്റോറി ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു സ്റ്റോറി ഈ ഇലക്ഷന്റെ സ്റ്റോറി സിവിൽ സൊസൈറ്റി ചെയ്ത റോളാണ്. അത് അവര് വീണ്ടും ആ വിജിലൻസ് കീപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതേസമയം മോദി പ്രഭാവം കാണാതിരുന്നത് കൊണ്ട് തന്നെ RSSന്റെ ഉള്ളിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ടീമിനെ, മോദി അമിത്ഷാ ടീമിനെ മാറ്റി മറ്റൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പം നിതിൻ ഗഡ്കരിയുടെ പേരൊക്കെ അത്തരത്തിൽ കേൾക്കുന്നുണ്ട്. ആ ചർച്ചകളെ കുറിച്ച് എന്താണ് രാജഗോപാൽ സാറിന് തോന്നുന്നത്? അത്തരത്തിലുള്ള ചർച്ചകൾ ശരിക്കും RSSന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ, അതോ അതൊരു അഭ്യൂഹം മാത്രമാണോ? ഞാനും കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. കാര്യം പെട്ടെന്ന് ഒട്ടും വളരെ ഒപ്പേക്കും ഒട്ടും ട്രാൻസ്പെറൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ RSS, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ നരേന്ദ്രമോദി എന്നത്. അപ്പൊ ഓവർനൈറ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് സംശയം, എനിക്ക് തോന്നുന്നു സ്പെക്കുലേഷൻ ആണ് അത്, അല്ലാതെ അത് വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, തീർച്ചയായും. എന്നാലും ഈ ഒരു ഏകാധിപത്യത്തിനെതിരെ മോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ BJPയുടെ ഉള്ളിൽ നിന്നും ചില മറ്റ് അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു വരാനും ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇനി ഉണ്ടായി വരാൻ ഉള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടില്ലേ ശരിക്കും? ഇപ്പോൾ സീറ്റ് കുറഞ്ഞതിലൂടെ അല്ലെങ്കിൽ മോദി പ്രഭാവം ഇല്ലാതായതിലൂടെ അത്തരം ഒരു സാഹചര്യം BJPക്കുള്ളിൽ രൂപപ്പെടാനുള്ളൊരു സാധ്യത നമുക്ക് കാണാൻ കഴിയില്ലേ? സാധാരണ രീതിയിൽ ഇപ്പൊ കോൺഗ്രസോ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മള് ഭാരതത്തിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും തകർത്തതുപോലെ നരേന്ദ്രമോദി ഏറ്റവും തകർത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ BJP എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് തലയെടുപ്പുള്ള ഒരു നേതാവ്, തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു അമിത്ഷാ അല്ലാതെ, അമിത്ഷാദിനെ എത്രമാത്രം മോദിയോട് സത്യങ്ങൾ പറയുന്നു എനിക്കറിയില്ല. BJPക്കകത്ത് ഒരാൾ പോലും ഇല്ലല്ലോ. ഒരു ക്യാബിനറ്റ് മീറ്റിംഗിനകത്ത് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള എത്ര മന്ത്രിമാരുണ്ട്? ഗഡ്കരി അല്ലാതെ വേറെ ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ BJPയെ തകർത്ത് നരേന്ദ്രമോദി അങ്ങനെ ആക്കി വച്ചിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വരങ്ങൾ ഉയരുന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് എത്രമാത്രം തീർച്ചയില്ല. കാര്യം വളരെ ദുർബലമായ ഒരു പാർട്ടി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇലക്ഷൻ വോട്ട് ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റർ ഒട്ടിക്കാനും കള്ളം പറയാനും ഈ ഫേക്ക് ന്യൂസ് ചെയ്യാനും ട്രോൾ ചെയ്യാനും ഒക്കെ മിടുക്കന്മാരായിരിക്കും. പക്ഷെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു മനോവീര്യമുള്ള ഒരു ഓർഗനൈസേഷൻ BJP എന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവരാജ്, നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ സിവിൽ സൊസൈറ്റിയുടെ ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരുന്നു. അത്തരത്തിലുള്ള പലതരത്തിലുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ ഭാഗമായി, വേക്കപ്പ് ഇന്ത്യ പോലെയുള്ള ഒരു കളക്റ്റീവിന്റെ ഒക്കെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇപ്പോൾ BJP വീണ്ടും സർക്കാർ രൂപീകരിച്ച് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി വീണ്ടും വരികയാണെങ്കിൽ BJPയുടെ ഒരു വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും സജീവമായി ഉണ്ടാവില്ലേ? ചോദിക്കാൻ കാരണം തീർച്ചയായിട്ടും ഇതൊരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധം തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തിക്കെതിരായ പ്രതിരോധം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വൈകുന്നേരം രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലും അദ്ദേഹം അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇത് പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് രാഹുൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ച് അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് ശിവരാജിന് തോന്നുന്നത്? എന്തായിരിക്കാം ഇനിയുള്ള കാലത്ത് ഈ ഇന്ത്യ മുന്നണിയുടെയും ഒപ്പം ഇന്ത്യയിലെ ഒരു സിവിൽ സമൂഹ പ്രസ്ഥാനങ്ങളുടെയും ഒരു റോൾ എന്തായിരിക്കാം ഇനി വരുന്ന ഒരു BJP ഭരണത്തെ നേരിടുന്നതിൽ? തീർച്ചയായും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ജുഡീഷ്യറി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ വരുതിയിൽ വരുത്തിയപ്പോൾ തങ്ങളുടെ ഇച്ഛാനുസരണം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ
ഇവിടെ ജാഗ്രതയോടെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റി. അവർ കൂടി നൽകിയൊരു ഊർജം ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഇലക്ഷൻ പ്രോസസ്സിൽ മുഴുവൻ ഇത്രയും വിജിലന്റ് ആയി ഇന്ന് വരെ അതിന്റെ കൗണ്ടിങ്, ഇതിന്റെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം മുതൽ കൗണ്ടിങ് വരെയുള്ള ആ പ്രോസസ്സിന്റെ അകത്ത് നടക്കാനിടയുള്ള മാൽ പ്രാക്ടീസിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വളരെ ജാഗരൂകമായി ഇന്ത്യൻ സമൂഹം കാണുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ കൂടി വിജയമായിരിക്കാം. കാര്യം അതുണ്ടാക്കുന്ന ഒരു ഭയമുണ്ട്, അത് ആളുകൾ നോക്കുന്നു, ആളുകൾ അത് വിലയിരുത്തുന്നു എന്നുള്ളൊരു ബോധ്യം ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരുപക്ഷെ ഇന്ത്യയിലെ ഇത്രയും നാൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും കാണാത്തൊരു പ്രതിഭാസമായിരുന്നു ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റികൾ എങ്ങനെ ഇതിന്റെ അകത്ത് പ്രവർത്തിച്ചു വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് നൽകുന്ന രാഷ്ട്രീയ പാഠങ്ങൾ എന്താണ്? അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അകത്ത് നടന്ന പുനർവിചിന്തനങ്ങളാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതാണ് അവർ പുറത്തിറക്കിയ പ്രകടന പത്രിക എന്നുള്ളത്. ഇന്ത്യയിലെ സാമ്പത്തികമായും സാമൂഹികമായും അവഗണിക്കപ്പെട്ട, അരികുവെക്കപ്പെട്ട 90% ജനങ്ങളെ പരിഗണിക്കാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ ആര് ഭരിച്ചാലും ഇന്ത്യയിലെ സാധാരണ മനുഷ്യര്, ദളിതുകളെ, ആദിവാസികളെ, OBC-കളെ, ന്യൂനപക്ഷങ്ങളെ, അവരുടെ അവകാശങ്ങളെ, അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിന് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും NDA സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പോലെ തനിക്ക് തോന്നിയ രീതിയിൽ എന്തും ചെയ്യാൻ കഴിയും. സുപ്രഭാതത്തിൽ നോട്ട് നിരോധിക്കാം, ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാം, ഇന്ത്യയിലെ എല്ലാ സമ്പത്തും അദാനിക്കും അംബാനിക്കും കീഴെഴുതി കൊടുക്കാം എന്ന് തോന്നുന്ന ആ രീതിയിലുള്ള നയങ്ങൾ മോദിക്കും അമിത്ഷയ്ക്കും നടപ്പിലാക്കാൻ കഴിയില്ല. ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ പക്ഷേ അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ കൂടുതൽ പ്രാദേശിക കക്ഷികളുടെ ഒരു പ്രാതിനിധ്യം അതിന്റെ അകത്തുണ്ടാവും. ഇന്ത്യയിലെ വൈവിധ്യത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹരതയെ സൂക്ഷിക്കാൻ ഒരുപക്ഷെ ഏക പാർട്ടിയിൽ ഊന്നിയ കൂടുതൽ കേവല ഭൂരിപക്ഷത്തിൽ ഊന്നിയ ഒരു ഏക പാർട്ടി സംവിധാനത്തെക്കാട്ടും കൂടുതൽ ജനാധിപത്യത്തെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് പ്രാദേശിക കക്ഷികളുടെ ആരോഗ്യകരമായ ഒരു സമവാക്യമായിരിക്കും. അതുണ്ടാക്കാൻ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിതത്തിനകത്തും കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഫാസിസത്തെ, എങ്ങനെയാണ് ഹിന്ദുത്വത്തെ തമിഴ്നാട് പ്രതിരോധിച്ചത്, എങ്ങനെയാണ് ഉത്തർപ്രദേശ് അതിന് മറുപടി കൊടുത്തത്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയം ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. കേരളം പോലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല DMK-യുടെ സ്റ്റാലിൻ എന്ന നേതാവ് എങ്ങനെയാണ് ഒരു സഖ്യ കക്ഷിയെ അതിന്റെ എല്ലാ മാന്യതയോടും കൂടി എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരെയും അവഗണിക്കാതെ അത് എങ്ങനെ നടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് കേരളവും അത് മാത്രം ഇന്ത്യ മുഴുവൻ പഠിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അധികാരം നമുക്ക് അറിയില്ല നാളെ ഏത് സമവാക്യങ്ങൾ ഉണ്ടായി വരും. നിതീഷ് കുമാർ ഇതിലേക്ക് വരുമോ, ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമോ നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രത്യേകിച്ച് ഈ ഫൈസാബാദ്, അയോധ്യ നിലനിരുന്ന മണ്ഡലം BJP കൊടുത്ത തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും മതവിദ്വേഷമല്ല, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, തുല്യത കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യക്ക് ഉണ്ടാവേണ്ടത്. അതിന് BJP യോഗ്യരല്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഉത്തർപ്രദേശ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ നോക്കുമ്പോൾ എല്ലാ ഏകാധിപത്യങ്ങളും ഇത് മോദിക്ക് മാത്രമുള്ള ഒരു അടിയായിട്ട് നമ്മൾ കരുതാൻ പാടില്ല. രാഷ്ട്രീയത്തിലുള്ള ഭരണം കൈയാളുന്ന എല്ലാ ഏകാധിപതികൾക്കും അന്ത്യമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ ജനങ്ങൾക്ക് കഴിയും എന്നുള്ള ശക്തമായ സന്ദേശം കൂടി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ അവസാനമായി രണ്ടാളോടും ഒരു ചോദ്യമുള്ളത്, ഈ സിവിൽ സൊസൈറ്റിയുടെ പങ്ക് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായിരുന്നു പല മാധ്യമങ്ങളും നിർവഹിച്ച പങ്ക്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരിക്കലും ഗോഡി മീഡിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ പങ്കല്ല. അവരെല്ലാ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ 10 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മോദി പ്രഭാവം തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന്
കണ്ടിട്ട് പോലും ആ ഒരു മാറ്റം അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഈവൻ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എക്സിറ്റ് പോളുകൾ വരുന്ന ദിവസം വരെ ആ ആഘോഷം ഗോഡി മീഡിയയുടെ മാധ്യമ മുറികൾക്കുള്ളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാൽ അതേസമയം മറ്റു ചില മാധ്യമങ്ങൾ, ചില സമാന്തര മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിലുള്ള ചില പുതിയ മാധ്യമങ്ങൾ, യൂട്യൂബേഴ്സ്, ധ്രുവരാത്തിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ രവീഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ വലിയ പ്രതിരോധം ഈ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരെ, ആ ഡിക്റ്റേറ്റർഷിപ്പിനെ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിരോധം തീർത്തു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പല ആളുകളും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ധ്രുവരാത്തിക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ മലയാളത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഗോഡി മീഡിയയ്ക്ക് മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ക്ഷീണമുണ്ടായതുകൊണ്ട് ഗോഡി മീഡിയയ്ക്കും ക്ഷീണമുണ്ടായി, അവർക്കൊരു പുനർചിന്ത ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ എന്നാൽ തന്നെയും ഈ മറ്റ് മാധ്യമങ്ങൾക്ക്, ഇവിടുത്തെ ഡിജിറ്റൽ സ്പേസിൽ എമർജ് ചെയ്ത് വരുന്ന മാധ്യമങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായൊരു റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്താണ് രണ്ടാൾക്കും തോന്നുന്നത്? രാജഗോപാൽ സാർ ആദ്യം അതിന് മറുപടി പറയാമോ? ഈ ഇലക്ഷന്റെ ഒരു മറ്റൊരു വളരെ വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ യൂട്യൂബ് ജേർണലിസ്റ്റുകളും മറ്റ് ഇൻഡിപെൻഡന്റ് ഓൾട്ടർനേറ്റീവ് മീഡിയ പ്ലേ ചെയ്ത റോള് വളരെ വളരെ ശ്ലാഘനീയം എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്നത്. മിക്കവാറും 90% ട്രഡീഷണൽ മീഡിയയും ടെലിവിഷൻ ചാനൽസും ഈ ഗോദി മീഡിയ എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. അതിൽ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും ഇവിടെ തുടങ്ങിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അത് വളരെ പ്രകടമായി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഏകദേശം 2011 അന്നാ ഹസാരയുടെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ, ആ മൂവ്മെന്റിനോടൊപ്പമാണ് ഇത് വളർന്നു വന്നത്. അപ്പം ഇവർക്ക് ഇവർക്കുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് ഇന്ത്യ മുന്നണിയെ പോലെ ഒരു സർക്കാർ വരികയാണെങ്കിൽ അവരൊരിക്കലും ഇവർക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ രീതിയിൽ ചില ആക്ഷനൊക്കെ എടുക്കുന്നില്ല, ഫേക്ക് ന്യൂസിനൊക്കെ ആക്ഷൻ എടുക്കുന്നല്ലാതെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്ത പോലൊരു ഭീതി ഉണ്ടാവില്ല. അപ്പം ഈ ഗോദി മീഡിയ ഇവരുടെ ഈ ഹേറ്റ്, ഈ വിദ്വേഷം രസിക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇനിയും പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവർ ബേസിക്കലി ഇറലവന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം ഇറലവന്റ് ആയിട്ട് പൈസ ഉണ്ടാക്കുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം ഇവരുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി സവർണമായ ഒരുപാട് പൈസയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പൊ അവരിൽ നിന്നും പിന്നെ കോർപ്പറേറ്റ് പരസ്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ സർവൈവ് ആയിരിക്കും. പക്ഷെ അവർക്ക് യാതൊരു റെലവൻസും ഇല്ല. ഈ ഇലക്ഷനിൽ നമുക്ക് ആലോചിച്ച് നോക്കും, ഏതെങ്കിലും ഒരു സ്റ്റോറി നമ്മുടെ ട്രഡീഷണൽ മീഡിയ ചെയ്ത ഒരു സ്റ്റോറിയോ ഒരു എക്സ്പോസയോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമോ ഈ ഇലക്ഷനിൽ എന്തെങ്കിലും അജണ്ട സെറ്റ് ചെയ്തെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ചെയ്തിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല. ഐ കനോട്ട് ഈവൻ റീകോൾ ഒരു സ്റ്റോറി ഇവർ ചെയ്തത്. അതേസമയം നമുക്ക് എത്രയോ ഇപ്പൊ രവീഷ് കുമാർ അല്ലെങ്കിൽ ധ്രുവരാത്തി, അജിത് അഞ്ജും, ന്യൂസ് മീഡിയ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി, സ്ക്രോള്, ഇങ്ങനെയുള്ളവർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് വളരെ വേഗം റീകോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഇലക്ഷന്റെ ഈ യൂട്യൂബേഴ്സിന്റെ റൈസാണ്, യൂട്യൂബ് ജേർണലിസ്റ്റിന്റെ. അത് മാത്രമല്ല, നരേന്ദ്രമോദി വീണ്ടും പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ ഭയന്നിരുന്നത് ആദ്യം അദ്ദേഹം ടാർഗറ്റ് ചെയ്യുക, ആ സർക്കാർ ടാർഗറ്റ് ചെയ്യുക ഈ വിഭാഗങ്ങൾ, ഈ ഓൾട്ടർനേറ്റീവ് മീഡിയ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനിയും അവർ ശല്യപ്പെടുത്താൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ എപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗോദി മീഡിയ എന്നവർ പറയുന്നത് ഇനി വലിയ ചേഞ്ച് ഒന്നും ഉണ്ടെന്ന് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിതിങ്ങനെയൊക്കെ തന്നെ അവർക്കറിയാം, അവര് മോദിയെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് വില കൊടുക്കേണ്ടി വരും. അതേസമയം മറ്റേത് ഗവൺമെന്റിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ അത്ര വില കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, അവർ വളരെ പോപ്പുലർ ആവുകയും ചെയ്യും. വളരെ ധൈര്യമുള്ള ജേർണലിസ്റ്റുകളായിട്ട് അവർ സ്വയം ചെയ്യും. തീർച്ചയായിട്ടും. എന്താണ് ഷിബുരാജിന് അക്കാര്യത്തിൽ തോന്നുന്നത്? താങ്കൾ ഇപ്പോൾ കർണാടകയിലൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇപ്പോൾ ഈദിനെയൊക്കെ പോലുള്ള അത്തരത്തിലുള്ള ചില മാധ്യമങ്ങളുടെ ഭാഗമായി പങ്കുചേർന്ന് ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. ഇത്തരത്തിലുള്ള ബദൽ മാധ്യമങ്ങൾ നിർവഹിച്ചൊരു റോളിനെ ഷിബുരാജ് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചെറിയ വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു അധികാര മാറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശക്തനായ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ മോദിയുടെ ഒരു തുടർച്ച ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഇന്ന് ഗോദി മീഡിയ എന്ന് വിളിക്കുന്നതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടേക്കാം. അത് കുറച്ചും കൂടി ഒപ്പോസിഷൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ന് മാറിയിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ചെറിയൊരു സ്പേസ് അവർ കൊടുക്കാൻ തയ്യാറായിരിക്കാൻ, അവരവനെ അവഗണിക്കാൻ, കഴിഞ്ഞ 10 വർഷം അവഗണിച്ച രീതിയിൽ ഇനി അവഗണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവഗണിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും അവരെ സ്വയം, അത് അവർക്ക് തന്നെ ആത്മഹത്യാപരമായ ഒരു കാര്യമായിരിക്കും. ഇതിനകത്ത് ഗോദി മീഡിയ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് രവീഷ് കുമാറിനെ പോലെയുള്ള, ധ്രുവറാട്ടിയെ പോലെയുള്ള, അശോക് വാജ്പേയിയെ പോലുള്ള ഒട്ടനവധി, അജിത് അഞ്ജുമിനെ പോലെയുള്ള ഒട്ടനവധി യൂട്യൂബേഴ്സ് അവരെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു.
അവരുടെ ക്രെഡിബിലിറ്റി ഓൾറെഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യ, ഇന്ത്യൻ ജനമനസ്സുകളുടെ അവർക്കുണ്ടായിരുന്ന വിശ്വാസം പല പല രീതിയിൽ അത് തകർക്കപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ ഒരു അധികാരത്തോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പരമാവധി മൂലധനം സമാഹരിക്കുക എന്നൊക്കെയുള്ള ഒരു മാധ്യമത്തിന്റെ അടിസ്ഥാന പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഏത് കക്ഷിയാണ് അധികാരത്തിൽ കഴിയില്ല. പക്ഷെ പ്രത്യേകത എനിക്ക് പറഞ്ഞതുപോലെ ഈ കൺവെൻഷണൽ മീഡിയയുടെ ഒരു അപ്രമാദിത്വം മെല്ലെ മെല്ലെ അവസാനിക്കുകയും പുതുതായി ഉണ്ടായിരുന്ന ഓൾട്ടർനേറ്റീവ് മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ കൂടുതൽ ശക്തമാവുകയും ജനങ്ങളുടെ മനസ്സിലേക്ക് അവർ കൂടുതൽ എത്തിച്ചേരുകയും അതോടുകൂടി ഇന്ത്യയുടെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിവരവിനിമയ രംഗത്ത് ഒരു വലിയൊരു സാധ്യത ഇതോടുകൂടി തുറന്നിടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാര്യം കേരളത്തിൽ അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ഈ ബെൽറ്റിൽ ഉയർന്നു വന്ന മാധ്യമങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയും യൂട്യൂബിനെയൊക്കെ ആശ്രയിക്കുന്നത് പോലെ ഇന്റർനെറ്റ് റേഡിയോ വരാം, അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്താം. ഇത്രയും സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഉയർന്നു വന്നേക്കാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ സാധ്യതകൾ തുറന്നു വിടും, പുതിയ ആളുകൾ ഇതിന്റെ അകത്തേക്ക് കടന്നു വരും. കൂടുതൽ ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ, രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഈ നവമാധ്യമങ്ങൾ കൂടുതൽ വലിയ പങ്ക് കൺവെൻഷണൽ അല്ലെങ്കിൽ നമ്മളെ ലെഗസി മീഡിയ എന്ന് വിളിക്കുന്ന വിഭാഗത്തെക്കാൾ കൂടുതൽ വഹിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയോടെ ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഇത്രയും നേരം രണ്ടുപേരും ഒരുപാട് പ്രതീക്ഷകൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി സംസാരിക്കുകയുണ്ടായി. ഇത്തരം പ്രതീക്ഷകൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഫാസിസത്തിന് ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യം മുന്നിൽ വന്നതുകൊണ്ട് തന്നെയാണ്. അത് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് തുടരുന്നൊരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ സിവിൽ സമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷ നിരയുമൊക്കെ ഒരുമിച്ച് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി രാജഗോപാൽ, ഷിബുരാജ്. താങ്ക് യു. താങ്ക് യു.